പുളിയൻമലയിലെ മാലിന്യ കൂമ്പാരം നീക്കാൻ കട്ടപ്പന നഗരസഭ നടപടി സ്വീകരിക്കാത്തതിനെതിരെ LDF മുനിസിപ്പൽ കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. പുളിയൻമല ടൗണിൽ നിന്നും മാലിന്യ സംസ്കരണശാലയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന ധർണ CPIM ഏരിയ സെക്രട്ടറി VR സജി ഉദ്ഘാടനം ചെയ്തു. പുളിയൻമലയിലെ മാലിന്യ സംസ്കരണശാലയിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കാത്ത നഗരസഭയുടെ നടപടിക്കെതിരെയാണ് LDF മുനിസിപ്പൽ കമ്മിറ്റി മാർച്ച് നടത്തിയത്. സംസ്കരണ കേന്ദ്രത്തിലേക്ക് നടത്തിയ മാർച്ചിൽ നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ അണിനിരന്നു. CPIM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ പ്രദേശത്ത് തന്നെ ഇപ്പോൾ അറിയാം, കഴിഞ്ഞ ഒരു 3-4 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഈ പ്രദേശത്തെ കൃഷി മുഴുവൻ കരിഞ്ഞുപോയി. അപ്പോഴെല്ലാം ഇവിടുത്തെ ജനങ്ങൾ ഈ മാലിന്യ പ്ലാന്റ് പുനർനിർമ്മിച്ച് ജനങ്ങളുടെ ബുദ്ധിമുട്ടിന് പരിഹാരമുണ്ടാകണമെന്ന് പറയുമ്പോഴെല്ലാം മുഖം തിരിഞ്ഞ സമീപനം സ്വീകരിക്കുകയാണ് കട്ടപ്പന നഗരസഭ. അപ്പോൾ കട്ടപ്പന നഗരസഭയുടെ ആ സമീപനം മാറ്റിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുമെന്നും അതിന്റെ ഭാഗമായി ഉയർന്നു വരുന്ന എല്ലാ പ്രക്ഷോഭങ്ങൾക്കും ഞങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മാർച്ച് ഇവിടേക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. 5 വർഷത്തിലേറെയായി ഇവിടെ മാലിന്യം കെട്ടിക്കിടക്കുകയാണ്. മഴക്കാലത്ത് അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ സമീപത്തെ പുരയിടങ്ങളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും ഒഴുകിയെത്തുന്നു. മാലിന്യ സംസ്കരണ കേന്ദ്രത്തോടും ചേർന്നാണ് നഗരസഭയുടെ അറവുശാലയും പ്രവർത്തിക്കുന്നത്. ഇവ രണ്ടും ഒരു സ്ഥലത്ത് പാടില്ലെന്ന് ഓഡിറ്റ് ഒബ്ജക്ഷൻ നിലവിലുണ്ട്. കൌൺസിൽ യോഗങ്ങളിൽ LDF കൌൺസിലർമാർ പലതവണ ആവശ്യമുന്നയിച്ചിരുന്നു. 3 മാസം മുമ്പ് മാലിന്യം നീക്കാൻ നഗരസഭ കരാർ നൽകിയിരുന്നു. എന്നാൽ തുടർ നടപടിയുണ്ടായില്ല. അറവുശാലയിലെ ലക്ഷങ്ങൾ വിലയുള്ള യന്ത്രസാമഗ്രികൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. മാലിന്യ പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ നഗരസഭാ ഓഫീസ് പടിക്കൽ മാർച്ചും ധർണയും നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. മുൻ നഗരസഭാ കൌൺസിലർ MC ബിജു അധ്യക്ഷനായി. LDF നേതാക്കളായ VR ശശി, അഡ്വക്കേറ്റ് മനോജം തോമസ്, SS പാൽരാജ്, N രാജേന്ദ്രൻ, KN കുമാരൻ, ടെസിൻ കളപ്പുര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.